അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ തന്നെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യക്തിയാണ് CJ റോയ്. മലയാളിയാണ്, മലയാളികൾക്ക് സുപരിചിതനാണ് CJ റോയ്. പലവട്ടം സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കൊക്കെ പലവട്ടം പോയിരുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഉയർന്നു വരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിട്ടാണ് ഈ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിനുടമയായ CJ റോയെ നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ പല തരത്തിലുള്ള താമസ സൗകര്യങ്ങൾ, റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ്, ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഇതെല്ലാം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വകയായിട്ടുള്ളതാണ്. അങ്ങനെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം? ബൈബിളിലെ ഒരു വചനം തന്നെയാണ്. അതുപോലൊക്കെ തന്നെയാണ് ബിസിനസ് സാമ്രാജ്യ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ CK റോയ് സാറിൻ്റെ മരണവും. ആദ്യമേ തന്നെ പറയട്ടെ, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ കണ്ണീർ കുതിർന്ന ആദരാഞ്ജലികൾ. ഇന്ന് രാവിലെ റീലെടുത്ത് നോക്കുമ്പോൾ ജോമോൾ ജോസഫ് മോഡലാണ്, പ്രസിദ്ധ മോഡലാണ്. അതിന് പുള്ളിക്കാരിയുടെ ഒരു റീലിനകത്ത് പറയുകയുണ്ടായി CK റോയ് സാറിന് ആദരാഞ്ജലികൾ. ആരുടെയോ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് സാധാരണയായിട്ട് പുള്ളി സ്വാഭാവികമായിട്ട് മരണമായിരിക്കും എന്ന് ഓർത്തത്. പിന്നീട് 2 റീലുകൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തത്. അത് വെടി ഉയർത്ത് മരണപ്പെട്ടത്. വളരെ ഷോക്കിംഗ് മൂമെൻ്റ് ആയിരുന്നു. അന്ന് ഇദ്ദേഹത്തിൻ്റെ ഓരോ ലെസണും നമുക്ക് ഓരോ ഇൻസ്പയർഡ് ആണ്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് സാമ്പത്തിക ബാധ്യത മൂലം ഒരുപാട് പേർക്ക് മരണപ്പെടുന്നവരുണ്ട്, അത് കടം കയറിയൊക്കെ. പക്ഷേ ചിലപ്പോൾ ഇയാളുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ, ഇദ്ദേഹത്തിൻ്റെ ലൈഫൊക്കെ കാണുമ്പോൾ, ഒരു ഹെലികോപ്റ്ററിലൊക്കെ ഇന്നാൾ പോണ ഒരു സ്വന്തം സിനിമ നിർമ്മിക്കാമെന്ന് ഹെലികോപ്റ്ററിൽ കയറി പോണ കണ്ടു. പിന്നെ അനീഷിന് ബിഗ് ബോസ് റണ്ണറപ്പായ അനീഷിന് 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ ജിൻഡോയെ വീട്ടിലേക്ക് ക്ഷണിച്ചു, അതുകൊണ്ട് കാറിൻ്റെ രീതിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. അതൊക്കെ നല്ല വ്യക്തിത്വം കൂടിയായിരുന്നു ശ്രീ CK റോയ് സാറ്. എന്താണ് ഇതിൻ്റെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ്? അപ്പം അദ്ദേഹത്തിന് ഇതിൻ്റെ പലതൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് ഹൃദയത്തിലേക്ക് തുളച്ച് കയറി. ഇപ്പോൾ തോക്ക് പോലീസുകാർ കസ്റ്റഡിയെടുത്തു. റെയ്ഡിനിടെയാണ്. അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം ഒരു മാനസികമായിട്ട് ഇത്രയും ഒരു ബിസിനസ് സാമ്രാജ്യം, ശതകോടീശ്വരനാണ്, കിടത്തിയിട്ട് ഒരു നിമിഷത്തെ എന്തായിരിക്കാം അതിൽ കടബാധ്യതകളോ ഒന്നും ഇല്ലായിരുന്നാണ് സഹോദരൻ പറയുന്നത്. എന്തായാലും ആ സഹോദരൻ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പം നമുക്കത് കേട്ടിട്ട് വരാം. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. ദേവേർ ഇൻ ഹിസ് ഓഫീസ്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. അല്ല, അവർ അത് തന്നെ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കടകളോ ബാധ്യതകളോ ഇല്ല. പിന്നെ ടാക്സ് ഓഫീസറായി ഈ കൃഷ്ണപ്രസാദിൻ്റെ പേരും അദ്ദേഹം ഒരു ഇതിനകത്തില്ല, ഒരു ഫോണിൽ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവരൊക്കെ കൂടിയാണ് റെയ്ഡ് വന്നത്. നിരന്തരം റെയ്ഡ് വരികയായിരുന്നു. കാരണം അറിയില്ല, നമ്മളിപ്പോൾ ഒരു സിനിമ ഡയലോഗിലൂടെ ഞാൻ ഓർത്തോണ്ട്, മത്സരം സിനിമയ്ക്കകത്ത് അവിടെ മണിച്ചേട്ടൻ വിജയരാജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ അവനവൻ്റെ കാൽച്ചുവട്ടിലാണെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ കാൽച്ചുവട്ടിൽ മണ്ണൊലിച്ചു പോകുന്നത് നമ്മളറിയുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഈ നിരന്തരം റെയ്ഡ്. എന്തുകൊണ്ടറിയാം, എത്ര വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തവരാണെങ്കിലും നമുക്ക് ചുറ്റും ശത്രുക്കളുണ്ടാവും. എനിക്കിത് ഡൗട്ട് വന്നു, എന്തോ ഒരു പ്രഷർ. ഒരു സാധാരണ റെയ്ഡൊക്കെ വരാറുണ്ട്. കാരണം നമ്മൾ വിജയ്ക്ക് പോലും ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും വരും, വലിയ സ്ഥാപനങ്ങൾക്ക് അത് റെയ്ഡ് സാധാരണമാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കുറ്റകൃത്യം, എന്തെങ്കിലും വലുതായ കുറ്റകൃത്യം പണം കൊടുത്ത് ഒതുക്കാം. ഇതുപോലും ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ഇപ്പോഴും ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം അത്ര ഇൻസ്പിറേഷനായിട്ടാണ് ഒരു സ്റ്റോറി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരു 13-ാം വയസ്സിൽ ഒരു കാറ്, ഇങ്ങനെ ഏതോ ഒരു വലിയ കാറ് തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞത്. ഇറക്കി ഇദ്ദേഹം 36-ാം വയസ്സിൽ ഇദ്ദേഹം ഒരു വിമാനം സ്വന്തമായിട്ട് മേടിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനൊക്കെ ആയിരിക്കും. അത്രയ്ക്ക് ആയിട്ട് കിട്ടും. നമ്മൾ ഒരുപാട് വണ്ടികളൊക്കെ കണ്ട് കൊതിക്കുന്ന ചിത്രങ്ങളൊക്കെ വെട്ടിച്ചിട്ടുണ്ട്.
ഇപ്പോഴും കാറുകളൊക്കെ കാണുമ്പോൾ നമുക്കും കൊതിയൊക്കെ ആവാറുണ്ട്. പക്ഷെ നമ്മൾ അതുപോലെ മേടിക്കണമെന്ന് നമ്മൾക്കൊരു അയ്യോ എനിക്ക് സാധാരണക്കാരനാണല്ലോ, എനിക്കിതൊന്നും പറ്റില്ലല്ലോ, ഞാനിങ്ങനെ ജനിച്ചു, അങ്ങനെയുള്ളവരെ ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രചോദനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ. ഓരോ കാറുകളിലെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാർ കളക്ഷൻസ്, 2 ഫ്ലാറ്റ്, പിന്നെ ഈ ബിഗ് ബോസുമായിട്ട് ഇത്ര 6 സീസൺ ഇത്ര 6 വരെയായിട്ടുള്ള കോൺട്രാക്റ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോഴത്തെ എത്രമാത്രം ആസ്തിയുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു? ഇതിൻ്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ കടബാധ്യതയോ സാമ്പത്തിക ബാധ്യതകളോ ഒന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു മനസ്സത്രയും ദാരിദ്ര്യ പട്ടിണി കിടന്ന് ആട്ടി ഇറക്കി വിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് വളർന്ന ഒരു വ്യക്തി ഇത്രയും സ്വത്ത് സമ്പാദിച്ചിട്ടും ഒരു റെയ്ഡ് വന്നിട്ട് ഒരു നിമിഷം കൊണ്ട്, അത് നിരന്തരം റെയ്ഡ് വന്നു, ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചിന്തയാണ് എന്തായിരിക്കും അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയത്? അതിപ്പോഴും കാരണം നമ്മുടെ വീട്ടിൽ സാധാരണ ഇപ്പോഴും തൊട്ടേനും പിടിച്ചാലും ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികളാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം കട ബാധ്യതയുള്ളവരോട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. അദ്ദേഹം സാധാരണ ഒരു എന്താ പറയുക, സാധാരണ അസുഖം വന്ന് മരണപ്പെടുകയാണ് ചെയ്തത്. ഇതിലും വലിയ ചതിയും പറ്റിയില്ല. ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഇരുന്നിട്ട് കൂടിയും ഒരൊറ്റ നിമിഷത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ എന്തുകൊണ്ട് ഇദ്ദേഹം മരണപ്പെട്ടു? അതിപ്പോഴും ഒന്നും ഉൾക്കൊള്ളാനും പറ്റില്ല. എന്തായിരിക്കും അതിനകത്ത്? എന്തോ സഹോദരൻ പറയുന്ന എന്തോ നിഗൂഢതയുണ്ടെന്നുള്ളതാണ്. എന്തായിരിക്കാം? ഇത്രയും സ്വത്തുണ്ട്, കാരണം ഇഷ്ടംപോലുള്ള സ്വത്തുണ്ട്. ബാങ്ക് ബാലൻസും നല്ല പെർഫെക്റ്റ് ബാങ്ക് ബാലൻസാണ്. 2 തലമുറയ്ക്കുള്ള, ഒരു 3-4 തലമുറയ്ക്കുള്ള പുള്ളി സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. എന്തായിരിക്കാം അദ്ദേഹം ആത്മഹത്യക്കുള്ളതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമാണ്. എന്തായാലും അദ്ദേഹം അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കാൻ പരാതി കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഇനിയും പറയുന്നത് പരാതി കൊടുക്കും, കുടുംബക്കാരുമായിട്ട് സംസാരിച്ചിട്ട് അത് പ്രശ്നം എന്താണെന്ന് വെച്ച് അതിനെ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഒരുപാട് പേര് സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്നവരൊക്കെ എന്തോ ഇല്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം ഒരു സമ്പാദ്യങ്ങളൊക്കെ വെച്ച ഒരു മനുഷ്യൻ ഒരു നിമിഷത്തിൻ്റെ ആ റെയ്ഡിനുള്ളിലെ ആ ഒരു ടൈമിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയത് എന്തായിരിക്കാമെന്ന് നമുക്കൊന്നും, അതിലെന്തോ ഒരു നിഗൂഢതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കിയിട്ട് സാധാരണ റെയ്ഡ് ഇത്രയും ഒന്നാലോചിച്ച്, ഇത്രയും പട്ടിണി കിടന്നൊരു മനുഷ്യൻ, ഇത്രയും സക്സസ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, അത്രയും അതിജീവിച്ച് വന്നൊരു വ്യക്തികൾ, അദ്ദേഹത്തിന് പല ഈ ബിസിനസ് ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ മുമ്പ് ഈ ആദ്യത്തെ ന്യൂസ് കാണിച്ച പോലെ തന്നെ അതിനൊക്കെ പുള്ളി അതിജീവിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. അതെന്തായിരിക്കും? കാരണം നല്ല എല്ലാ രീതിയിലും പുള്ളി വന്ന് എല്ലാ ചാനലുകൾ, നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലൊക്കെ വന്ന് പുള്ളി കോൺഫിഡൻസോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതൊക്കെ എന്ത് രീതിക്കൊക്കെയാണ് പുള്ളി സംസാരിച്ചത്? അങ്ങനെയുള്ള മനുഷ്യനെ ആത്മഹത്യ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടാണ് ഇൻസ്പിറേഷൻ ചെയ്യുന്നത്. ആ ഇൻസ്പിറേഷൻ അയാൾ ലൈഫ് ലോങ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു നിമിഷത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്ക് എന്തായിരിക്കും? എന്തായിരുന്നാലും അത് തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയത്? അത് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അത് വ്യക്തമായി കണ്ടെത്തണം. തീർച്ചയായിട്ടും അത് കണ്ടെത്തേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നോക്കുമ്പോൾ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ.